അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണക്കൂമ്പാരം കൂട്ടിയിട്ടതിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിലേക്ക് തൻ്റെ കൈ പ്രവേശിക്കുകയുണ്ടായി. ഫനാലത്ത് അസാബിഉഹു ബലല, അവിടുത്തെ കൈകളിൽ നനവ് അനുഭവപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഹാദാ യാ സ്വാഹിബത്ത് ആം, അല്ലയോ ഈ ഭക്ഷണം വിൽക്കുന്നയാളെ. അയാളോട് എന്താണിത്? അയാൾ പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, മഴ പെയ്തതുകൊണ്ടാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഫലാ ജഅൽതഹു ഫൗഖ തുആമി കൈ യറാഹുന്നാസു, എന്നാൽ നിനക്കത് ആ നനവുള്ള ഭാഗം മുകളിൽ വെക്കാമായിരുന്നില്ലേ, ജനങ്ങൾക്ക് കാണും വിധത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ ഗശ്ശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ, ചീറ്റിംഗ്, ചതി, അത് ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. സഹോദരങ്ങളെ, ഒരാളെയും ഒരു കാര്യത്തിലും പറ്റിക്കുവാനോ ചതിക്കുവാനോ ചീറ്റ് ചെയ്യുവാനോ പാടില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വലിയൊരു അധ്യാപനമാണ്. കച്ചവടത്തിലായിരുന്നാലും അതുപോലെ തന്നെ അമാനത്തിലായിരുന്നാലും വഞ്ചന കാണിക്കുക എന്നത് അത് മിൻ കബായിരി ദുനൂബ്, വൻ പാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. അവൻ നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖദഅ അന്നാസ ബി അയ്യി സൂറത്തിൻ, ഏത് രൂപത്തിലാണെങ്കിലും ജനങ്ങളെ വഞ്ചിക്കുന്നവർ, ഫലൈസ അലാ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നത്തിഹി വത്വരീഖത്തിഹി, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗത്തിലല്ല, ആ ചര്യയിലല്ല. ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്. വഞ്ചന കാണിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ അധ്യാപനത്തിലല്ല എന്ന്. സഹോദരങ്ങളെ, വഞ്ചനയുടെ ഇനങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. കച്ചവടം നടത്തുന്നിടത്ത്, ഇടപാടുകൾ നടത്തുന്നിടത്ത്, ആ മാർഗത്തിൽ. അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ, റഅയ്യത്തിൽ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തിഹി, നിങ്ങളെല്ലാം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അധ്യാപന വൃത്തിയായിരുന്നാലും അതുപോലെ തന്നെ കച്ചവടമായിരുന്നാലും, നമ്മൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നു, ജോലിയിലായിരുന്നാലും മറ്റു അമാനത്തുകളിലെല്ലാം അതെല്ലാം ഖിയാനത്ത്, വഞ്ചന പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇഖ്ലാസോടുകൂടി നസീഹത്തോടുകൂടി നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അതിൽ നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മാമിൻ അബ്ദിൻ യസ്തറഇഹില്ലാഹു റഅയ്യഹ് യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഅയ്യതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതൊരാൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരു ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തു, എന്നിട്ട് അവൻ മരിക്കുന്നത് ആ ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ടാണ് എങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെടാതിരിക്കുകയില്ല എന്ന്. ഏറ്റവും വലിയ വഞ്ചന എന്നുള്ളത് ദീനിൻ്റെ കാര്യത്തിലാണ്. അതാണല്ലോ ബനു ഇസ്രായേലുകാർ, അവിടുത്തെ അഹ്ബാറുകൾ, അവിടുത്തെ പണ്ഡിത പുരോഹിതന്മാർ ഹക്കിനെ മറച്ചു വെച്ചുകൊണ്ട് ബാത്തിലിനെ പുറമേക്ക് കാണിച്ചുകൊണ്ട് അവർ വലിയ ചതിയാണ്, വഞ്ചനയാണ് അവർ ചെയ്തത്. അവർ ജനങ്ങളെ പിഴപ്പിച്ചു, അവർ സ്വയം പിഴച്ചു പോവുകയും ചെയ്തു നേരായ മാർഗത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന വലിയൊരു ചതിയും വഞ്ചനയും എന്തായിരുന്നു? അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നീതിപൂർവ്വം അളവിലും തൂക്കത്തിലും നിങ്ങൾ പൂർണ്ണമായി നൽകണം. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, ആളുകളുടെ സാധനങ്ങൾ നിങ്ങൾ അത് കുറവ് വരുത്തരുത്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളെയും ഒരു നിലക്കും വഞ്ചിക്കാൻ പാടില്ല. സത്യസന്ധമായിക്കൊണ്ട് കച്ചവടത്തിലും നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലും നിർവഹിക്കുവാൻ നാം തയ്യാറാവുക. അതിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും ബറക്കത്തും ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.